നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പള്ളിയിലേക്ക് പ്രവേശിച്ചപ്പോൾ, മദീന പള്ളിയിലേക്ക് പ്രവേശിച്ചപ്പോൾ, പള്ളിയിൽ അൻസാറുകളിൽപ്പെട്ട ഒരാൾ ഇരിക്കുന്നുണ്ട്. പേര് അബൂ ഉമാമ, പ്രസിദ്ധനായ സ്വഹാബിയാണ്. ധാരാളം ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം പള്ളിയിൽ ഇരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. ഫഖാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ അബാ ഉമാമ മാലി അറാക ജാലിസൻ ഫിൽ മസ്ജിദി ഫീ ഗൈരി വഖ്തി സ്വലാഹ്. ഇത് നമസ്കാരത്തിന്റെ സമയമല്ലല്ലോ, എന്നിട്ടും എന്താണ് താങ്കൾ പള്ളിയിലിരിക്കുന്നത്? കാരണം 5 വഖ്ത് നമസ്കാരത്തിന്റെ ഒരു സമയമല്ലാത്ത മറ്റൊരു സമയത്താണ് അദ്ദേഹത്തെ പള്ളിയിൽ കണ്ടത്. എന്നിട്ടും എന്താണ് നമസ്കാരത്തിന്റെ വഖ്തല്ലാതെ നിങ്ങളെ പള്ളിയിൽ കാണുന്നത് എന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയുണ്ടായി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൊതുവെ സ്വഹാബികളുടെ പ്രശ്നങ്ങൾ അന്വേഷിക്കുകയും അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂല് ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഇരുത്തത്തിൽ പന്തികേട് തോന്നിയത് കൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ചോദിച്ചത്. ഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹുമൂമുൻ ലസിമത്നി വദുയൂനുൻ യാ റസൂലല്ലാഹ്. അള്ളാഹുവിന്റെ റസൂലെ, ഒരുപാട് ഉത്കണ്ഠകൾ, ടെൻഷനുകളുണ്ട്, പ്രത്യേകിച്ചും ഒരുപാട് കടങ്ങളുണ്ട് നബിയെ. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രശ്നം കടങ്ങളാണ്. കുറെ കടമുണ്ട്. ഈ കടം ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ടെൻഷനുമുണ്ട്. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അഫലാ ഉഅല്ലിമുക കലാമൻ, ഞാൻ നിനക്ക് ചില കലാമുകൾ പറഞ്ഞു തരാം, അത് പഠിപ്പിച്ചു തരാം, പഠിക്കുക. ഇദാ അൻത ഖുൽതഹു, താങ്കൾ അപ്രകാരം പറഞ്ഞാൽ, അദ്ഹബല്ലാഹു അസ്സ വജൽ ഹമ്മക വഖദാ അൻക ദൈനക, നിന്റെ ഉത്കണ്ഠയും സങ്കടവും അല്ലാഹു മാറ്റിത്തരും. അതേപോലെ നിന്റെ കടങ്ങൾ അല്ലാഹു നിനക്ക് വീട്ടിത്തരും. അപ്പോൾ കടങ്ങൾ അല്ലാഹു വീട്ടിത്തരും, നിന്റെ ടെൻഷൻ അല്ലാഹു മാറ്റിത്തരും. പക്ഷെ ഞാൻ പഠിപ്പിച്ചു തരുന്ന കലാമുകൾ, കലിമാത്തുകൾ, ദുആകൾ പഠിച്ച് ചൊല്ലണം. അദ്ദേഹം പറയാണ്, ഫഫഅൽതു ദാലിക്, രാവിലെയും വൈകുന്നേരവും ഞാനിത് ചൊല്ലാൻ തുടങ്ങി. ഫഅദ്ഹബല്ലാഹു അസ്സ വജല്ല ഹമ്മി വഖദാ അന്നി ദൈനി. അൽഹംദുലില്ലാഹ്, എൻ്റെ ടെൻഷനുകളൊക്കെ അല്ലാഹു മാറ്റി തന്നു, എൻ്റെ കടങ്ങളൊക്കെ അല്ലാഹു വീട്ടി തന്നു, എൻ്റെ കടങ്ങളൊക്കെ അല്ലാഹു വീട്ടി തന്നു. ആത്മാർത്ഥമായി ഈ ദുആ നിർവഹിക്കുകയും ഈ ദുആയിലെ ഉള്ളടക്കമനുസരിച്ച് ഒരാൾ പ്രവർത്തിക്കുകയും ചെയ്യാൻ തയ്യാറായാൽ അയാളുടെ കടങ്ങൾ വീടുന്നതാണ്, ടെൻഷനുകൾ ഇല്ലാതെയാവുന്നതുമാണ്. അതുകൊണ്ട് ഈ ദുആ പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോ വ്യക്തികൾക്കും അനിവാര്യമായിട്ടുള്ള ദുആ ആണ്. രാവിലെയും വൈകുന്നേരവും മറന്നു പോവാതെ നമ്മുടെ അദ്കാറുകളിൽ, നമ്മുടെ അദ്ഇയകളിൽ ഈ ഒരു ദുആ ഉണ്ടാവട്ടെ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹ്രി റിജാൽ. ഈ ദുആ പഠിക്കുക എങ്കിൽ ഈ പറഞ്ഞ രൂപത്തിലുള്ള ഖൈറാത്തുകൾ അല്ലാഹുവിൽ നിന്നുണ്ടാകും.